കളരിയും യോഗയും ഒക്കെ അത് ജീവിതക്രമത്തിന്റെ ഒരു ഭാഗമാക്കിയ കോട്ടയം അയർക്കുന്നം സ്വദേശി ബി ഭാഗ്യലക്ഷ്മിയെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമെന്ന് പറയാം. ആരെയും അത്ഭുതപ്പെടുത്തുന്ന മെയ്വഴക്കം. ദേശീയതലത്തിൽ നിരവധി പുരസ്കാരങ്ങളും ഭാഗ്യലക്ഷ്മി നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം ഇളയച്ചന്റെ മകൾ ഗായത്രിയുമുണ്ട്. അവരുടെ ആ കൂട്ടായ്മ എങ്ങനെയാണ് ഈ നേട്ടങ്ങളിലേക്ക് എത്തിയത്, ആ നിശ്ചയദാർഢ്യം എങ്ങനെയാണ് അവർ സ്വായത്തമാക്കിയത് നോക്കാം. ഞങ്ങൾ 10 വയസ്സിലാണ് കളരി ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. കളരിയിൽ നിന്നാണ് ഈ യോഗയിലേക്കും ബോഡി ബിൽഡിങ്ങിൻ്റെ കരാട്ടെ ഇതിലെല്ലാത്തിനും വരാനായിട്ടുള്ള കാര്യം ഞങ്ങൾ കളരി വന്ന ശേഷമാണ്. ഭാഗ്യലക്ഷ്മിയും ഗായത്രിയും ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഏകദേശം ഒരു 10 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ കളരി വരുന്നത്. മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി എന്നാണ് കളരിയിലെ വിഭാഗങ്ങളുള്ളത്. അപ്പോൾ മെയ്ത്താരിയിൽ തന്നെ മെയ് വഴക്കങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഭാഗ്യലക്ഷ്മി വളരെ ടാലൻ്റാണ്. നല്ല അർപ്പണ മനോഭാവമുള്ള ഒരു കുട്ടിയാണ് സംഗതി. ഗായത്രിയും ഇതുപോലെ തന്നെ രണ്ടുപേരും ഒരു മത്സര ബുദ്ധിയോടു കൂടിയാണ് രണ്ടുപേരും രംഗത്തിറങ്ങിക്കൊണ്ടിരുന്നത്. എൻ്റെ മകളാണ് ഭാഗ്യലക്ഷ്മി, എൻ്റെ ചേട്ടൻ്റെ മകളാണ് ഗായത്രി. പിന്നെ ഓരോ മത്സരങ്ങളായിട്ട് പല മത്സരങ്ങളായിട്ട് ഒരു 5 വർഷത്തോളം പല മത്സരങ്ങളിൽ പോയി പങ്കെടുത്തിട്ട് ഒരു പ്രൈസ് പോലും കിട്ടിയില്ല. പിന്നെ 7ാം വർഷമാണ് മത്സരത്തിൽ കോട്ടയം ജില്ലയിൽ ഫസ്റ്റ് പ്രൈസാണ് ആദ്യം കിട്ടുന്നത് ഭാഗ്യലക്ഷ്മിക്ക്. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ 2019 പത്തനംതിട്ടയിൽ നടന്ന സ്റ്റേറ്റ് മത്സരത്തിൽ 2nd പ്രൈസ് കിട്ടി. ഞാൻ 2 ദേശീയ ചാമ്പ്യൻഷിപ്പിൽ യോഗയുടെ മത്സരിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് 4ാം സ്ഥാനമായിരുന്നു. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദേശീയ ചാമ്പ്യൻഷിപ്പ് വെസ്റ്റ് ബംഗാളിൽ വെച്ചായിരുന്നു. അവിടെ 2 ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഐറ്റത്തിനും പിന്നെ ആർട്ടിസ്റ്റിക് പെയർ യോഗ എന്ന് പറഞ്ഞ ആ ഇവൻറ്റിലും 3rd കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഓരോ നേട്ടങ്ങൾക്ക് വീണ്ടും എൻ്റെ ഗുരുനാഥന്മാരുടെ സ്നേഹവും സപ്പോർട്ടുമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓരോ നേട്ടങ്ങളും എൻ്റെ ഗുരുനാഥന്മാർക്ക് സമർപ്പിക്കുന്നു. റിപ്പോർട്ടർ ടീമിനൊപ്പം ഭാഗ്യലക്ഷ്മിയും ഗായത്രി. അപ്പോൾ നമ്മുടെ കുട്ടിത്താരങ്ങളെ കണ്ടല്ലോ. വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ചുറ്റുവട്ടത്തുനിന്ന് ഇതുപോലെയുള്ള കുട്ടിത്താരങ്ങളെ നമുക്ക് കണ്ടെത്താം. അവരുടെ നേട്ടങ്ങൾക്കൊപ്പം ഒരു നാട് മുഴുവൻ നിൽക്കുമ്പോൾ ഈ താരങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ഞങ്ങളുടെ ടീമിൽ തന്നെയുള്ള ഒരാളാണ് ശ്രീജിത്ത് ചന്ദ്രൻ. അപ്പോൾ താങ്ക് യു ശ്രീജിത്ത്, ഇവരെ പരിചയപ്പെടുത്തി തന്നതിന്.